മഴ തകർത്ത് പെയ്യണ ഒരു ഞായറാഴ്ചയാണ്. നല്ല മടി പിടിച്ച ഞായറാഴ്ച കേട്ടോ. അപ്പോൾ എൻ്റെ ചീറ്റ് മീൽ ഡേയും കൂടിയാണ്. പിന്നെ ഇതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബിഗ് ഗിവ് അവേ അനൗൺസ്മെന്റ് ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ആ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. പിന്നെ വേറൊരു ബിഗ് സന്തോഷം കൂടി ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. കുറേ നാളായില്ലേ നമ്മൾ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണേ, കമൻറ്റ് ചെയ്യണേ. നമുക്ക് നോക്കാം. ഹലോ, അപ്പൊ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് നേരം വൈകിട്ട് എണീറ്റ്. അപ്പൊ രാവിലെ ഞങ്ങള് പ്രത്യേകിച്ച് അടുക്കളയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊന്ന് ഓർഡർ ചെയ്യാന്ന്. അപ്പൊ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ് കേട്ടോ. ഇന്നത്തെ വ്ളോഗിൽ കുറെ സ്പെഷ്യൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. അതിലൊന്നാണ് ഗീവ് അവേയുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ഏകദേശം ഒരു 12:30 ആവാറായി. അപ്പൊ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നടക്കുമെന്ന് അറിയില്ല, ഭയങ്കര മഴയാണ്. അപ്പൊ ഞങ്ങള് കുളി കഴിഞ്ഞ് പാർക്കുട്ടിയുടെ അമ്മൂന്റെ കുളി കഴിഞ്ഞില്ല. കാരണം അമ്മൂന് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, ട്യൂഷൻ. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഭക്ഷണം ഇപ്പൊ വരൂല. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് കുളിക്കാന്ന് പറഞ്ഞിട്ട് നിക്കണേ. അപ്പൊ ഞാനും പാർക്കുട്ടിയും കുളിച്ചു. അപ്പൊ നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളും ഗീവ് അവേയുടെ കാര്യമൊക്കെ പറയാട്ടാ. നമ്മുടെ ടിപ്പുകുട്ടി ഞങ്ങളിടയ്ക്ക് ഡ്രൈ ഷാമ്പൂ ചെയ്യും പൗഡർ ഇട്ടിട്ട്. ടിപ്പു എവിടെയാന്ന് കൊറേ പേര് ചോദിക്കലുണ്ട്. ടിപ്പുവിനെ ഇപ്പൊ കാണിക്കണില്ലല്ലോ. ചെള്ളുകൾ, ഫാനുകൾ തുടങ്ങിയ ഐറ്റംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ പമ്പാണ്ടിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉണങ്ങൂല. ഉണങ്ങിയില്ലെങ്കിൽ പൊട്ടമൺ എടുക്കും. അപ്പൊ ഇതുപോലെ കർപ്പൂരം അടങ്ങിയിട്ടുള്ള കർപ്പൂരം ഉണ്ടെന്നോടുന്നല്ല, കർപ്പൂരത്തിന് മണുണ്ട്. പൊടിയാവും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മലത്തിരിക്കും. തലകിടും. അപ്പൊ നമ്മുടെ അമ്മുക്കുട്ടിക്ക് ഒരു പണി കിട്ടിയിട്ടാ. ഇത് നമ്മള് ഏകദേശം നമ്മുടെ ഈ വീട് ഒരു 3 കൊല്ലത്തിന് മുന്നേ നമ്മൾ വാങ്ങിച്ചതാ ഈ ഒരു ഫ്ലവർ വേസ്. ഇതിങ്ങനെ ചൂരലിന്റെ ഇല്ലേ അങ്ങനത്തെ ആട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇരുന്ന് പൊടി പിടിച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതിനൊന്ന് പോളിഷ് ചെയ്യാന്ന്. അപ്പൊ ചേട്ടൻ പോളിഷ് ചെയ്ത് എടുത്ത് തരാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഓണത്തിന് നമ്മുടെ ഇവിടെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് വെയിറ്റിംഗ് ആണ്. അപ്പൊ ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ നമ്മുടെ മതിലൊക്കെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ഇങ്ങനെ പൂപ്പൽ പിടിച്ച് കിടക്കുക. അപ്പോ ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ നാളെ അതിന് ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല എങ്ങനെയാന്നൊന്നും. അപ്പൊ ഇത് അമ്മൂന് കിട്ടിയ പണി, അത് വൃത്തിയാക്കാം. ചേട്ടന്റെ അതിന് എന്താണ് വാങ്ങാൻ പോവാണ്. അതിന്റെ പെയിന്റ് അടിക്കണതിന് എന്തോ ഒരു സാധനം, അതന്നെ ടിന്നറോ അങ്ങനെ എന്തോ സാധനം. അമ്മൂ പോയി അടച്ച്. അങ്ങനെ നമ്മുടെ പൊടിതട്ടി കിട്ടി. പാർവതി ചേച്ചിക്ക് കൊടുക്കും കേട്ടോ. പൊടിതട്ടി അങ്ങനെ പൊടിതട്ടി കിട്ടി. അപ്പൊ വേഗം പൊടിതട്ടു. ഇനി നല്ല സുഖമായിട്ട് തട്ടാലോ. ഇന്ന് ഞങ്ങൾ പൂക്കളം ഇടാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇന്നലത്തെ പൂക്കളം. കാരണം എന്താന്ന് വെച്ചാൽ മഴയുടെ കൂടാരായിരുന്നു, ഭയങ്കര മഴ. പിന്നെ ടിപ്പ് ആണെങ്കിൽ അവിടെ കിടക്കായിരുന്നു. അപ്പൊ അതൊന്നും ഞങ്ങൾ ഇട്ടില്ല പൂക്കളം. എന്നിട്ട് പിന്നെ എല്ലാവരും നേരം വൈകിട്ട് എണീറ്റുന്നു. കുറേ നാളായിട്ട് പൊറോട്ട കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. കുറേ കാലമായി കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഉച്ചക്കലത്തൊക്കെ കൂടി ഉച്ചക്കലായിട്ടോ കഴിക്കണം. ഇന്ന് ഒറ്റ ഫുഡുള്ളൂ എനിക്ക് ഒരു നേരം. അപ്പോൾ അതേ വന്നു കേട്ടോ നമ്മുടെ ഫുഡ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന്. അപ്പോൾ അതേ പൊറോട്ട, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി, പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മാങ്ങ ഇങ്ങനെ ഉപ്പുമുളകൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ് പോലെ ഉണ്ടാക്കില്ലേ, സവോളയൊക്കെ ഇട്ടിട്ട്, അതാട്ടോ. അത് നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ചേട്ടൻ ഇപ്പോൾ വരും. ചേട്ടൻ സാധനം പെയിൻ്റ് അടിക്കാനുള്ള ഒരു സംഭവം മേടിക്കാൻ പോയേക്കാം. എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഉച്ചക്കലത്തെ ഫുഡൊക്കെ കൂടി ഉച്ചയ്ക്ക് കേട്ടോ കഴിക്കണത്. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഫുഡൊന്നും കഴിക്കില്ല. എനിക്കങ്ങനെ വിശപ്പില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഡയറ്റ് എടുത്ത് പിന്നെ അത് ഒരു ട്രാക്കിലേക്ക് വീണോടുകൂടി അങ്ങനെ ഓവറായിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ച വിശപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഓവറായിട്ടുള്ള ക്രേവിങ്സ് ഒക്കെ കുറയും അങ്ങനെ. അപ്പോൾ ഞങ്ങളിതേ ഒരു ഫലൂഡയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് ഇട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഗീവ് അവേനെ കുറിച്ച് പറയാം കേട്ടോ. അപ്പൊ ഗീവ് അവേനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വലിയ ബോക്സ് നിങ്ങൾക്കുള്ളതാ കേട്ടോ. എന്താണെന്നറിയോ, ഇതില് നമ്മളെപ്പോഴും നമ്മുടെ നിലാസിന്റെ പ്രൊഡക്ട്സ് അല്ല ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വൈറൽ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സും പ്ലസ് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സും കൂടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഞാൻ അങ്ങനെ തന്നെ ബോക്സ് തരാം കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് ഉണ്ട്. ഒരു 4000-ന്റെ അടുത്തേക്കുള്ള പ്രൊഡക്ട്സ് ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയാ, ഞാൻ ഇതുവരെ ഇങ്ങനെ
അധികം അങ്ങനെ നമ്മളെപ്പോഴും നമ്മുടെ പ്രൊഡക്ട്സ് അല്ല, അപ്പൊ എപ്പോഴും ഒരു വെറൈറ്റി, ഒരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മുടെ ഗീവ് അവേയുടെ അതിന്റെ ആ റൂൾസ് നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓർഡർ ചെയ്തെല്ലാം ഉണ്ടോ നോക്കാനായിട്ട്. ഏറ്റവും ആദ്യത്തെ വന്നിട്ട് ഈ ഒരു ബോഡി ലോഷൻ, ഇത് അത്യാവശ്യം വലിയ ബോട്ടിലാട്ടോ. പിന്നത്തെ വന്നിട്ട് ഇതാ ഈ ഒരു കെ ബ്യൂട്ടിയുടെ എന്താ പറയുക 24 hour ലോങ് ലാസ്റ്റിംഗ് ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള കാജലാട്ടോ ഇത്. പിന്നത്തെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് ഭയങ്കര വൈറലായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പ്ലംബിന്റെ നയാസിനമഡ് റൈസ് വാട്ടർ ടോണർ. ഇത് അറിയുന്നവർക്ക് കാണുന്നുള്ളവർക്ക് അറിയാം, ഇത് ഭയങ്കര ട്രെൻഡിങ് ആട്ടോ. നമ്മുടെ ഓപ്പൺ പോഴ്സിനും അതുപോലെ സ്കിൻ നല്ല ബ്രൈറ്റ് ആൻഡ് സ്മൂത്ത് ആവാനൊക്കെ നല്ലതാണെന്നാണ്, നമുക്ക് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഞാൻ ഒന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് ഡോക്ടർ ഷെർത്തിന്റെ സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആട്ടോ. അപ്പൊ അധികം നല്ലൊരു ബ്രാൻഡുമാണ് ഡോക്ടർ ഷെർത്തിന്റെ ബ്രാൻഡ് ഇതാണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ലോറിയൽ പാരീസിന്റെ ഇന്നോവേഷൻ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് ഗ്ലോയിങ് ഡെയിലി ക്ലെൻസർ ഫോമിംഗ് ആട്ടോ. അതായത് ഗ്ലൈക്കോളിക് ആസിഡിന്റെ ഫോമിംഗ് ബ്രൈറ്റനിങ് ഒക്കെ തരുന്ന ഒരു ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ഇതാണ് അത്യാവശ്യം നല്ല വലിയ പാക്കേജിങ് ആട്ടോ എല്ലാതും. നമ്മുടെ വാസലിന്റെ ഗ്ലൂട്ടഹയ എന്ന് പറഞ്ഞിട്ട് ഡൂയി റേഡിയൻസ് സിറമിൻ ലോഷൻ എന്ന് പറഞ്ഞിട്ടൊരു അത്യാവശ്യം നമുക്കിതൊരു വന്നിട്ട് ഒരു 200 ml ഒരു ബോട്ടിലാണ് വരുന്നത്, ട്യൂബാണ്. പിന്നെ നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ആട്ടോ. പിന്നെ ലിപ്സ്റ്റിക് വന്നിട്ട് അത്യാവശ്യം നമുക്ക് എല്ലാ സ്കിൻ ടോണും ചേരുന്ന രീതിയിലുള്ള 3 ലിപ്സ്റ്റിക് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരെണ്ണം എന്റെ ഫേവറേറ്റ് ആണ്, രണ്ടും. ഒരെണ്ണം വന്നിട്ട് നമ്മുടെ മെബലിന്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്. ഇത് വന്നിട്ട് ഷെയ്ഡ് 11 ആണ്, മെയ്ഡ് ഈസി. എല്ലാവർക്കും ചേരും കേട്ടോ, ഡസ്കി ആണെങ്കിലും മീഡിയം ആണെങ്കിലും ഫെയർ ആണെങ്കിലും ചേരും. ഇത് എന്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് എപ്പോഴും എന്റെ കൂടപ്പിറപ്പാന്ന് പറയാം. ലിപ് ക്രീം, മാറ്റ് സോഫ്റ്റ് ലിപ് ക്രീം ആട്ടോ. അത് ഷെയ്ഡ് 58, ഷെയ്ഡ് 38. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഗിവ് അവേയില് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പൊ ഈ ഒരു ബോക്സ് നമുക്ക് കിട്ടാനായിട്ട് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ഗിവ് അവേയുടെ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കണേ മുമ്പ് നമ്മുടെ ഗിവ് അവേ, അതായത് ഇത് ഒരാൾക്കേ ഉള്ളൂ. അടുത്ത ഗിവ് അവേ എന്ന് പറയുന്നത് നമുക്ക് കുറെ പേർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഗിവ് അവേയില് നമ്മുടെ നില സെർപ്സിന്റെ നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എല്ലാ റിസൾട്ടും നമ്മൾ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഈ മെയിൽ ഐഡിയിലോ നിങ്ങൾ അയക്കാം. പഴയ റിസൾട്ടുകൾ ഓൾറെഡി അയച്ചതാണെങ്കിൽ നിങ്ങൾ അയക്കേണ്ട കാര്യമില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ ഓൾറെഡി. പക്ഷെ നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് അയക്കാം. പഴയത് നിങ്ങൾ ഓൾറെഡി അയച്ചവരാണെങ്കിൽ വീണ്ടും അയക്കണ്ട കേട്ടോ. അപ്പൊ അത് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കൂടുതൽ പേർക്കാണ് നമ്മുടെ ഗിവ് അവേ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബോക്സ് നമ്മൾ ചെയ്യണത് ഒരൊറ്റ ആൾക്കാണ് ചെയ്യണത് കേട്ടോ. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ 3 പേർക്ക് ഷെയർ ചെയ്യാം. പിന്നത്തെ കാര്യം, ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഈ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതാണ് നിബന്ധനകൾ 3 അപ്പൊ എന്തായാലും ചെയ്യാം. നിങ്ങൾക്ക് ഒരാൾക്ക് ഈ ബോക്സ് നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും. ഓണം കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ഇത് ചെയ്യുക. എന്തായാലും ഇനി ഓണത്തിന് ദിവസമില്ല, അപ്പൊ ഓണം കഴിഞ്ഞ് നമ്മളിത് നറുക്കെടുപ്പ്, അതായത് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും അറിയിക്കും. ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇതിന്റെ റിസൾട്ടും കൂടി ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും ചെയ്യാ പറഞ്ഞ മാതിരി തന്നെ. അപ്പോ ഇത് നല്ലൊരു ഗിവ് അവേ പ്രസന്റ് ആട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഒരു 3:30-4 മണി ആവാറായപ്പോൾ ഞാൻ എൻ്റെ കാപ്പി ഉണ്ടാക്കി വന്ന് നോക്കുമ്പോൾ നല്ല മഴയാണ്. അപ്പം ഇന്ന് നമ്മൾ പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിട്ടോ. അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾ കാണാം, നമുക്ക് അറിയാൻ പറ്റും വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ. അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ നല്ല മഴയാണ്. ടിക്കുവാണെങ്കിൽ ഇങ്ങനെ മഴ പിടിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ഉമ്മർത്തൊന്നും പോകുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ കാപ്പി ഇതേ ഉണ്ടാക്കി. അപ്പോൾ 2 ഗ്ലാസ്സിൽ കാപ്പിയില്ല കേട്ടോ. അതിനകത്തിൽ ഭയങ്കര ചൂടായതുകൊണ്ട് എടുത്ത കുഞ്ഞു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കുന്നതാട്ടോ. അങ്ങനെ അപ്പം എൻ്റെ ഇന്നത്തെ ഫുഡ് അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. 4 മണിയാകുമ്പോഴേക്കും ഞാനത് അവസാനിപ്പിക്കും കേട്ടോ. ചീറ്റ് മീൽ ഡേ ആണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വിഷമം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഏകദേശം ഇപ്പൊ ഒരു 4:15 നമ്മളിത് ഡ്രസ്സ് മാറി ഇറങ്ങാം കേട്ടോ. അപ്പൊ എവിടേക്കാണ് നമ്മൾ പോണേന്ന് വെച്ചാല്, നമ്മള് സാധാരണ നമ്മുടെ പ്രൊഡക്ട്സ് എന്താ പറയാ, നമ്മുടെ പ്രൊഡക്ട്സ് മേടിക്കുന്നവർക്ക് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അധികം കിട്ടാറില്ല. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഫാമിലി, അതായത് ലൈഫ് സ്റ്റൈൽ മലയാളം ചാനലിന്റെ ഫാമിലി മെമ്പർ കൂടിയാണ് ആള്. അപ്പൊ ആള് സ്ഥിരമായിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് മേടിക്കുന്നതാണ്, ഇവിടെ അല്ല വിദേശത്ത്. അപ്പോ
ഇപ്രാവശ്യം ആള് കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചപ്പോ നമുക്ക് പൈസ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ആള് പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആളുടെ സ്നേഹ സമ്മാനമാണ് ഓണത്തിന് കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ആളൊരു എന്താ പറയാ സ്നേഹ സമ്മാനം മാതിരി നമുക്ക് തന്നതാണ്. അപ്പൊ പേര് ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്യണില്ല, ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങൾ ആക്ച്വലി നമ്മള് ഓണം വീഡിയോ ഒക്കെ ചെയ്യില്ലേ, നമ്മൾ ഓണം ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ എടുക്കുന്ന ഡ്രസ്സ് തന്നെ എടുക്കുള്ളൂ, വേറെ അങ്ങനെ സെപ്പറേറ്റ് എടുക്കാറില്ല. അപ്പൊ പക്ഷെ നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ഫാമിലി മെമ്പർ നമുക്കൊരു ഗിഫ്റ്റ് ഇങ്ങനെ തന്നപ്പോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ ആ ഫാമിലി മെമ്പറിന് എന്താ ഒരു ഗിഫ്റ്റ്? അപ്പൊ അതെ, അമ്മുകുട്ടിക്കും പാറുട്ടിക്കാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോണത്. അപ്പൊ നമ്മള് നല്ല മഴയാണ് പുറത്ത്, പക്ഷെ നമ്മള് നോക്കാം പോയിട്ട്. നമുക്ക് കുറെ ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല, നമ്മുടെ ഇവിടെ അടുത്ത്. പിന്നെ അമ്മുവിന് നാളെ പരീക്ഷയുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ എന്തായാലും നോക്കാം. ചേട്ടനോടെ മഴ ആയതുകൊണ്ട് വണ്ടിയൊക്കെ സെറ്റാക്കി ഇടാൻ ഇറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ ഞാന് ഈ ഒരു ഫാമിലി മെമ്പറിന്റെ പേര് പറഞ്ഞതാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സന്തോഷം. അപ്പൊ US-ലേക്കാണ് അവർ പ്രൊഡക്റ്റ് മേടിക്കുന്നത് കേട്ടോ. അപ്പൊ അവരുടെ പേര് ശർമ്മ അബ്രഹാം കേട്ടോ. അപ്പോ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു ഓണത്തിന് പിള്ളേർക്ക് അവർക്ക് പെൺകുട്ടികളില്ല, അപ്പൊ അതിന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂട്ടീനെ പാറുട്ടീനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു നമ്മുടെ വാട്സപ്പില്, നമ്മുടെ സെയിലിന്റെ. അപ്പൊ നമ്മളിനി നേരം കളയണില്ല, ഇറങ്ങാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് നമുക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നേന് കേട്ടോ. അപ്പൊ ഇറങ്ങാം. അപ്പൊ ഇറങ്ങാം കേട്ടോ. ഇറങ്ങിയിട്ട് ഞങ്ങള് എടുത്തിട്ട് നമുക്ക് എടുക്കാൻ പോവാം. എന്നിട്ട് അവിടെ നിന്ന് പറ്റുകയാണെങ്കിൽ എടുക്കാം വീഡിയോ. പിന്നെ ഭയങ്കര തിരക്കാവില്ലേ തുണിക്കടയിലൊക്കെ, അത് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മക്കുട്ടിക്കും പാറുകുട്ടിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടത്, പിന്നെ പാറുവിനെ നമ്മളെടുക്കും, അമ്മൂനെ അമ്മ ഇഷ്ടമുള്ളത് എടുക്കും. അത് നോക്കാം എന്തായാലും അല്ലേ. ഹലോ, അപ്പൊ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കട്ടാ. അപ്പൊ നമ്മള് അമ്മൂന് നോർമൽ ആയിട്ടുള്ള നമ്മള് കാഷ്വൽ വെയർ ഒക്കെ ഇല്ല, അങ്ങനത്തെ മതി എന്നാണ് അമ്മു പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വിചാരിച്ചു നമ്മുടെ സ്റ്റുഡിയോയില്, ഇവിടെ സ്റ്റുഡിയോ ഉണ്ട് അടുത്ത്, അപ്പൊ സ്റ്റുഡിയോയില് പോവാന്ന് കേട്ടോ. അപ്പൊ ദേ പാർക്കുട്ടി ഇങ്ങനെ ഇരിക്കണം ഉറക്കം എന്നെ മാതിരി. അപ്പൊ അമ്മു ദേ പിറകിലിരിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റുഡിയോയില് പോവാ അല്ലെ. അപ്പൊ സ്റ്റുഡിയോയില് പോയിട്ട് പറ്റുന്ന നോക്കിയിട്ട് സ്റ്റുഡിയോന്ന് എടുക്കാം. പിന്നെ പാറുവിന് അവിടെ അധികം കിട്ടാറില്ല, ഒക്കെ വലിയ സൈസാവും. പാറു പിന്നെ അധികം അങ്ങനെ ശരീരം കുറച്ച് കുറവല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ലൂസാവും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അമ്മുവിന് പറ്റുന്ന എടുക്കാം, എന്നിട്ട് പാറുവിന് പിന്നെ വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് തന്നെ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതേ സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോയിൽ എത്തിയിട്ട് ഞാൻ ചെറിയ ഷോർട്ട് എടുക്കാന്ന് വിചാരിച്ചു. സ്റ്റുഡിയോയിൽ വെറുതെ എന്തൊക്കെ കളക്ഷൻ ഉണ്ടെന്ന് കാണിച്ചു തരാന്ന് നോക്കിയിട്ട് നോക്കാട്ടോ. പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ, അതായത് ആളുകൾ ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ കുറെ തിരക്കുണ്ടാവുമ്പോൾ എടുക്കുന്നത് ഇഷ്ടമില്ല. കാരണം ആളുകൾക്ക് ഓരോ പ്രൈവസി ഉണ്ടല്ലോ, അവരൊക്കെ ചിലപ്പോൾ നമ്മുടെ ക്യാമറയിൽ വിടും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല അതില്. ഞാൻ തിരക്കില്ലെങ്കിൽ ഞാൻ എടുക്കും, തിരക്കുണ്ടെങ്കിൽ ഞാൻ അധികം എടുക്കില്ല കേട്ടോ. നമുക്ക് നോക്കാം. പാറിരിക്കണോക്ക് ഉറക്കം വന്നിട്ട് ഇരിക്കണേന്ന്. സ്റ്റുഡിയോയിൽ നല്ല തിരക്കായിരുന്നു, കുറെ പേര് കണ്ടു. എനിക്ക് എനിക്ക് അങ്ങോട്ട് ചെന്ന് ആരോടും മിണ്ടാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ചിലർ നോക്കി ചിരിക്കുമ്പോൾ അവർ ഇതെന്ത് പെണ്ണുങ്ങൾ ചിരിക്കണേന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ വിചാരിക്കും അവർക്ക് എന്നെ അറിയണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കുള്ളിലൊരു ടെൻഷനാണ്, ഇത് ആരോടും മിണ്ടണം, ആരോട് ചിരിക്കണം എന്ന്. അപ്പൊ എന്നെ അറിയുന്നവരാണെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ഹലോ പറഞ്ഞോളൂ കേട്ടോ, എന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് നല്ല പേടിയുണ്ട്, ഇത് ആരാണ് എന്താണെന്ന് അറിയാത്ത കാരണം കുറെ പ്രാവശ്യം അങ്ങനെ ചമ്മൽ പറ്റിയിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ ചിരിക്കാൻ അറിയണ്ടാവും എന്ന് ചിരിക്കുമ്പോൾ അവര് ഇതിനെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുമാതിരി മുഖം പിടിച്ച് പോവാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഹായ് അല്ലെങ്കിൽ കൈ കൊണ്ടൊരു ഹായ് എങ്കിലും കാണിച്ച് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോ ഞങ്ങള് ഡ്രസ്സ് എടുത്തു. ഡ്രസ്സ് എടുക്കാൻ മീൻസ് ഞങ്ങള് അങ്ങനെ എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഭയങ്കര പുറത്തേക്ക് പോകണം അങ്ങനത്തെ നല്ല ടൈപ്പ് അല്ല എടുത്ത്, നല്ല മീൻസ് അങ്ങനത്തെ ഭയങ്കര ഹെവി ആയിട്ടുള്ളതല്ല, നമുക്ക് ഇങ്ങനെ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യില്ലേ. അമ്മോ അവിടെ എന്താ പരിപാടി? അപ്പൊ ദേ അമ്മും പാറും ബാക്കിലെ സീറ്റിലാട്ടോ, ഇവിടുന്ന് എന്റെ ബാക്കിലെ മൂന്നാമത്തെ അവിടെ. അപ്പൊ ഞങ്ങൾ എടുത്തത് ഡിക്കി മീൻസ് അവിടെ സീറ്റ് ഉണ്ട്, സീറ്റ് കമത്തിട്ടേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിക്കി ആയിട്ട് ഇരിക്കുന്നത്. പാറും അവിടെ തന്നെയുണ്ട്, അവിടെ എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് നമ്മള് അമ്മുവിന് ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ കാഷ്വൽ വെയർ ആയിട്ട് ഇപ്പൊ ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ഓവർ സൈസ്ഡ് ആണല്ലോ ഡ്രസ്സ്. അപ്പൊ ഓവർ സൈസ്ഡ് ഡ്രസ്സ് അത് നമ്മള് എടുത്തു. ഒരു 2 ടോപ്പും പിന്നെ ഒരു ഇന്നർ ടോപ്പും പിന്നെ പാന്റും, പിന്നെ പാറുട്ടിക്ക് കുറച്ച് ടോപ്പുകളും പാന്റും ആയിട്ട് എടുത്തു. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് സ്റ്റുഡിയോന്ന് നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്യാന്ന് ഓർത്തിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് ഗ്ലോ സ്റ്റിക്കുകളും അങ്ങനത്തെ കുറച്ച് സാധനം മേടിച്ചു. കഥം അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പൊ ഇനി വീട്ടിൽ പോയി ചെന്നിട്ട് ഒന്നും കാണിച്ചു തരാം കേട്ടോ. നിറയെ ഭയങ്കര തിരക്കുണ്ട്, ഓണൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ തിരക്കുണ്ട്. അപ്പൊ വീട്ടിൽ ചെന്നിട്ട്
കാണിച്ചു തരാം. പാറക്കുട്ടിയുണ്ട്. എന്താണ് തിരിച്ചു വന്നപ്പോൾ 7 to 8 അമ്മുവിന് വന്ന വശം ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഇത് വന്നിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ അവർക്കൊരു ഇന്റർവ്യൂവിനെ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെ നല്ലതാക്കാം, ഒരു വ്യക്തിത്വം എങ്ങനെ വളർത്തിയെടുക്കാം, അങ്ങനത്തെയൊക്കെ ഒരു ടോട്ടൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്ലാസ് ആട്ടോ ഇത്. നമ്മൾ കുറെ കാലമായിട്ട് അമ്മുവിനെ അതിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കേണ്ടത് നല്ലതാണ്. അപ്പൊ അതിൽ പാരന്റ് സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഇന്റർവ്യൂവിനെ എങ്ങനെ പങ്കെടുക്കാം, അങ്ങനെയുള്ള നമുക്ക് മുതിരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ വലിയ വലിയ IAS IPS അങ്ങനത്തെ ജോലികളില്ല, അതിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഭയങ്കര മെയിൻ ആയിട്ടുള്ള കാര്യമാണല്ലോ ഇന്റർവ്യൂ സെക്ഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അങ്ങനത്തെ. അപ്പൊ അതിനൊക്കെ ഇത് നന്നായിട്ട് നമ്മളെ എന്താ പറയാ നമ്മൾ അതിന് വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു ക്ലാസ് ആട്ടോ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മന്തിയില്ലേ, കുഴിമന്തി ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിച്ചിരുന്നത്. അപ്പൊ പാറുവിന് അത് ഭയങ്കര ഇഷ്ടം, ചോറ് മാത്രം. അപ്പൊ ഞാൻ അത് കൊടുത്തു കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് പാരന്റ്സിന്റെ സെക്ഷൻ ആയിരുന്നു അവൾക്കുള്ളത്. അപ്പൊ പാരന്റ്സും കൂടി അറ്റൻഡ് ചെയ്യണമായിരുന്നു. അപ്പൊ ചേട്ടനാണ് അതിൽ അറ്റൻഡ് ചെയ്തത് കേട്ടോ ഓൺലൈൻ ക്ലാസ്. അത് ആഴ്ചയിൽ 2 ക്ലാസ് ഉണ്ടാവും. നല്ലതാട്ടോ, നല്ലോണം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവളുടെ സ്കൂളിലെ ക്ലാസ് ഉണ്ടായിരുന്നു 9 to 10. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് പിന്നെ വീഡിയോയിൽ വന്നില്ല. അമ്മൂന് അടുത്ത ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒരെണ്ണം കഴിഞ്ഞു. പാറക്കുട്ടി അപ്പൊ അമ്മൂന് അടുത്ത ഓൺലൈൻ ക്ലാസ് വീണ്ടും നമ്മുടെ നാളെ എക്സാം ഉണ്ട്. അപ്പൊ അതിന്റെ ട്യൂഷന്റെ ഓൺലൈൻ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഏകദേശം ഒരു 10 മണി വരെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവളില്ല. അപ്പൊ ഞാൻ മേടിച്ചതൊന്ന് കാണിച്ചു തരാം കേട്ടോ. പാറുവിന് മേടിച്ചത് ഇതാ ഇങ്ങനെ ഒരു പാറക്കുട്ടി. ഇവിടെ ചേട്ടൻ പാറക്കുട്ടീനെ എടുക്കോ? കുട്ട നിലത്താവും, കാണില്ല. ഇത് പാറക്കുട്ടിയുടെ പാന്റ്, ഇങ്ങനെ ഒരു പാന്റ്. പിന്നെ പിന്നെ പാറക്കുട്ടിക്ക് ഒരു എന്താ പറയാ ഈ ഓവർ സൈസ്ഡ് ചെറിയൊരു ടോപ്പില്, ക്രോപ്പ് ടോപ്പ്. അത് വൈറ്റ്. അമ്മുവിന്റെ സെലക്ഷൻ ആയിട്ടൊക്കെ അവരൊക്കെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അത് കാരണം അവർക്ക് ഇപ്പൊ ഇങ്ങനത്തെയൊക്കെയാണ് പിടിക്കുള്ളൂ. നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മിഡി ടോപ്പ്, ഉടുപ്പ് ഇതൊക്കെയാണ് നമ്മൾ എടുക്കുക. ഇപ്പൊ അങ്ങനെയൊന്നല്ല. പിന്നെ ദേ അടുത്തത് അമ്മു ഈ ഒരു ഓവർ സൈസ് ആയിട്ടുള്ള ഇതൊരു ക്രോപ്പ് ടോപ്പ് പോലെ ഇടുന്നതാണ്. ബാക്കിൽ ഇങ്ങനെ ഹൂഡിയില്ലേ, ഹൂഡി, അതിന്റെ ഒരു വേറൊരു വേർഷൻ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട്, ഇതിന്റെ ഉള്ളിൽ നല്ല ഏത് ഇങ്ങനെ ടോപ്പുകളുടെ ഉള്ളിലിടാൻ പറ്റുന്ന പോലത്തെ ഒരു ഇതാ ഈ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഉള്ളിലിടാം. അത് ചൂടുണ്ടാവും. ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ കൂടെ നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം. പിന്നെ ഇവിടെ സിബ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടാൽ ഇതുണ്ടാവുമല്ലോ. അങ്ങനെ ഈ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് മേടിച്ചത് ഇത് കാണിച്ചു പാറക്കുട്ടിയല്ല. പിന്നെ അമ്മുദേ ഈ ഒരു ടോപ്പാ മേടിച്ചേട്ടാ, വൈറ്റ്. എഴുതിയതല്ല, ഇങ്ങനെ ഒരു സാധനമല്ല, ഇത് ത്രെഡ് പോലത്തെ സാധനം പോയിട്ട് എഴുതിയതാണോ അല്ല. അപ്പൊ എങ്ങനത്തെ, അപ്പൊ ഇതിനിങ്ങനെ ചെറിയ ഹോൾ ഇങ്ങനെ നോക്കി കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ഇന്നർ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇടാൻ പറ്റും കേട്ടോ, അങ്ങനത്തെ. പിന്നെ അമ്മ പാന്റ് വാങ്ങിച്ചു. ഇത് വന്നിട്ടൊരു പച്ച പാന്റാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് തളപളാന്ന് കിടക്കുന്ന ടൈപ്പില്ലേ, അങ്ങനത്തെയാണ്. അത് കഴിഞ്ഞ പിന്നെ പാറക്കുട്ടിക്ക് കുറച്ച് ടോപ്പുകൾ നമുക്കിങ്ങനെ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റണത് വാങ്ങിച്ചത്. കാരണം ചിലതല്ല എപ്പോഴും നമ്മൾ ഇടുള്ളൂ. അപ്പൊ ഇതൊരു ട്രൗസർ. പിന്നെ ഇതൊരു എന്താ പറയാ നല്ല ഭംഗിയുണ്ട് കാണാൻ, തിളങ്ങണ താറാവ്. പിന്നെ ഇതൊരു യൂണിക്കോണിന്റെ. അതെ. അപ്പൊ ഇങ്ങനത്തെ വാങ്ങിക്കുമ്പോഴേ നമ്മൾ ഇടുള്ളൂ. അല്ലാണ്ട് നമ്മള് പിന്നെ വാങ്ങിച്ചിട്ടുള്ളതൊക്കെ സ്റ്റുഡിയോ നമ്മുടെ മേക്കപ്പിന്റെ ഐറ്റംസ്. അതെ, ഇത് ഫുൾ ഇത് ഞാനൊരു ഷോർട്ടായിട്ട് ചെയ്യാം കേട്ടോ. അതെ, കുറെ വാങ്ങിച്ചിട്ട് അത് ഞാൻ ഷോർട്ടായിട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മള് അമ്മുവിനും പാറുവിനും മേടിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ ആവുമ്പോൾ നമ്മൾ എന്തായാലും ഉപയോഗിക്കും. ഡെയിലി നമ്മള് ബേസിസിൽ നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴിടാം. പിന്നെ ഇതൊരു പഴുതായി നമുക്ക് വീട്ടിലിടാം. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ ഉടുപ്പ് പോലത്തെ ഇങ്ങനെ പൊന്തിക്കണ സാധനങ്ങൾ അങ്ങനത്തെ മേടിച്ചാൽ അധികം ഇടലുണ്ടാവില്ലേ, പുറത്തേക്ക് പോക്കും കുറവാ. അപ്പൊ ഇതൊക്കെ ആവുമ്പോൾ നമ്മൾ എന്തായാലും ഇടും. കാഷ്വൽ വെയർ ആയിട്ട് വാങ്ങിയതൊക്കെ നമുക്ക് ഇങ്ങനെ ഇടാം. ഡെയിലി പോകുമ്പോഴൊക്കെ എവിടേക്കൊക്കെ പോകുമ്പോൾ വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും സാധനങ്ങൾ എടുത്ത. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഓണ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന ആ ഒരു നമ്മുടെ ഫാമിലി മെമ്പറിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇങ്ങനെ തന്നത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടെ. ചേട്ടനാണ് എന്നോട് വന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നൊക്കെ. അപ്പൊ കേട്ടപ്പോ എനിക്ക് സന്തോഷമായി. ഞാനപ്പോ എന്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് എടുക്കാൻ പോകും. ഞാനും പാറക്കുട്ടി നേരത്തേക്ക് എടുക്കും. പാറക്കുട്ടി എന്നെ നോക്കി ഈ അമ്മ എന്തൊട്ട് അങ്ങോട്ട് പോയി പറയണേന്ന്. അപ്പൊ അമ്മൂനോടെ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ സെഷൻ എന്ന് വെച്ചാൽ പാരന്റ്സ് പോണായിരുന്നു. അപ്പൊ
എനിക്ക് പാൽക്കുട്ടി സമ്മതിക്കില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവള് വാശി പിടിച്ചു തുടങ്ങും. അപ്പൊ ചേട്ടൻ പോയിരുന്നു, അവളുടെ സെഷനിൽ ചേട്ടനാ പോയത്. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പം തന്നെ അടുത്ത ട്യൂഷൻ്റെ ഓൺലൈൻ ക്ലാസ്, നാളെ എക്സാം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അപ്പം ഞാൻ ദേ പല്ലുമൊക്കെ കമ്പിട്ടു, ഫേസൊക്കെ കഴുകി, മോയ്സ്ചറൈസറൊക്കെ ഇട്ടു, കെടുക്കാൻ പോവാം. നമ്മുടെ നൈറ്റ് റുട്ടീൻ ചെയ്തു, കെടുക്കാൻ പോവാണ്. കുറച്ച് കഴിയുമ്പോൾ കെടുക്കും. അമ്മ വരുമ്പോഴേക്കും ഫുഡൊക്കെ, ഞാൻ പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല, നമ്മുടെ കഴിക്കൽ കഴിഞ്ഞു. പാറക്കുട്ടി ചോറൊക്കെ കഴിച്ചു, മന്തി കഴിച്ചു. അങ്ങനെ പാറക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തിട്ടാ ഫുഡ്? കൂയ് കൂയ് പറയൂ. പാക്കുട്ടിയുടെ പേരെന്താ? ഉറക്ക പറയൂ. നിയാനിന്ന് ഉറക്ക പറയൂ. നിയാനി കാക്കി കാക്കി കൂവാവേ. അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പൊ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തത്. എത്ര ലെങ്ത് ആയെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നല്ല മഴ ദിവസമായിരുന്നു. അപ്പൊ ബായ് പറയും. ടാറ്റാ ബായ്. ഉമ്മ പറയും. ഉമ്മ ബൈ. ലവ് യു ഓൾ.